CV ധൻരാജ് രക്തസാക്ഷിത്വ ദിന അനുസ്മരണമാണ് പയ്യന്നൂരിൽ CPM നേതാക്കളുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നമ്മൾ കാണുന്നത്. വലിയ വിമർശനമാണ്. പയ്യന്നൂർ മുൻ MLA TI മധുസൂദനന്റെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെയും പോസ്റ്റുകൾക്ക് താഴെയാണ് വിമർശനങ്ങൾ. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിമർശനം കണ്ടെത്തതിന് പിന്നാലെ മധുസൂദനൻ കമന്റ് ബോക്സ് പൂട്ടുകയും വിമർശനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. അതേസമയം ധൻരാജ് രക്തസാക്ഷി ദിനാചരണ ദിവസം തന്നെയാണ് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അർജുൻ കല്യാണാണ് ചെയ്യുന്നത്. അർജുൻ, ധൻരാജ് രക്തസാക്ഷിത്വം, ആ ഫണ്ട് വിവാദം, അതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി CPM-ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ നേതാക്കൾ അത്തരത്തിൽ അനുസ്മരണ പോസ്റ്റ് ഇടുന്നത് പോലും തിരുത്തുകയാണ് പലരും, അല്ലേ? വിനിത, തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളുടെ പോസ്റ്റിന് കീഴെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിന്റെയും പയ്യന്നൂർ മുൻ MLA ആയിട്ടുള്ള TI മധുസൂദനന്റെയും ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയാണ് അവർ CV ധനരാജിനെ അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തിയുള്ള കുറിപ്പിന് താഴെയാണ് വ്യാപകമായ രീതിയിലുള്ള വിമർശനം വരുന്നത്. അതിൽ അതിശക്തമായ രീതിയിലുള്ള വിമർശനമുണ്ട്. കാരണം പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിൽ അന്നത്തെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് ഉൾപ്പെടെ ഇത് പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, ബഹുജനങ്ങളോട് മാത്രം ഇതിന്റെ കണക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആരോപണ വിധേയൻ എന്ന രീതിയിൽ TI മധുസൂദനും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഈ രക്തസാക്ഷി ദിനാചരണം വരുന്ന ഘട്ടത്തിൽ ഫേസ്ബുക്കിനകത്ത് അനുസ്മരണം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പിടുമ്പോൾ അതിൽ വ്യാപകമായ രീതിയിൽ ആദ്യം കണക്ക് പറയണം, നിങ്ങൾ നേതാക്കളാണെങ്കിൽ കണക്ക് പറയേണ്ടതുണ്ട്, അതിനുശേഷം മതി CV ധനരാജിനെ അനുസ്മരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെയാണ് ഇന്ന് ജൂലൈ 11 ധനരാജ് രക്തസാക്ഷിത്വത്തിന്റെ 10ാം വാർഷികം നടക്കുന്ന വേളയിലാണ് V കുഞ്ഞികൃഷ്ണൻ MLA CV ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ ക്രമക്കേട് നടന്നുവെന്ന് പാർട്ടിയിൽ ആരോപിക്കുകയും അതിനുശേഷം CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പാർട്ടി പുറത്താക്കുകയും ചെയ്ത് പിന്നീട് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ MLA-യുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്നത് എന്നതും വളരെ പ്രധാനമായി തന്നെ കാണേണ്ടതാണ്. എന്തായാലും നേതാക്കൾക്ക് ഒരു ഭാഗത്തായി കമന്റ് ബോക്സുകൾ പൂട്ടിപ്പോകേണ്ടുന്ന ഒരു അവസ്ഥ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയുന്നു. അതേ ദിവസം തന്നെ ധനരാജ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ അതേ ദിവസം തന്നെ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തിരിമറി ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള V കുഞ്ഞികൃഷ്ണന്റെ ഓഫീസിന്റെ ഉദ്ഘാടനവും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പാർട്ടിക്കകത്തും പാർട്ടി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു കണക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പൊതു ഇടത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട് കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. TI മധുസൂദന് കമന്റ് ബോക്സ് പൂട്ടേണ്ടി വന്നു. ഏതായാലും V കുഞ്ഞികൃഷ്ണന്റെ ഓഫീസ് MLA ഓഫീസ് ഉദ്ഘാടനവും ഈ ധൻരാജ് രക്തസാക്ഷി ദിനത്തിൽ തന്നെയാണ് എന്നതാണ്, ദിനാചരണ ദിവസം തന്നെയാണ് എന്നതാണ് അതിന്റെ പ്രത്യേകതയും. അർജുൻ കല്യാണ വിശദാംശങ്ങൾ നൽകായിരുന്നു. അപ്പോൾ ഉരുണ്ടുകൂടുന്ന ഈ നീക്കങ്ങളൊക്കെ തന്നെ എന്താകും CPM-ൽ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നത് വലിയ ചർച്ച.